എൻ്റെ ഓർമ്മ കേട്ടോ, ഓർമ്മയുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും. ഇനിയിപ്പോ മറന്നാലും ആ ഒരു ആ ഓർമ്മയില്ലെങ്കിൽ ആ ഓർമ്മയില്ല. ഞാൻ അതന്നെ ഉദ്ദേശിച്ചത്. ഞാനൊരു ഓർപ്പിക്കാൻ നോക്കിയതാണ്, അതിപ്പോൾ കുറിച്ചായി. എൻ്റെ പേര് ലെവിൻ സൈമൺ ജോസഫ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും. ഞാൻ ചാനലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇവിടെ വന്നതും ഒരു വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിച്ചതിനൊക്കെ ഒരു വലിയൊരു റീസൺ ഉണ്ട്. അത് പോകെ പോകെ പറയാം. ആ സമയമൊന്നുമില്ല. എൻ്റെ ഒരു ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാനൊരു ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പാണ് ആദ്യം ഈ ഒരു മീഡിയ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ബാംഗ്ലൂരായിരുന്നു പഠിച്ചതൊക്കെ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് സ്വാഭാവികമായും സിനിമയോടുള്ള ഒരു പാഷൻ മൂത്ത് കുറേ ഓഡിഷനൊക്കെ പോയി, കിട്ടിയില്ല. പിന്നെ ഒരു ഓഡിഷന് പോയി, നമ്മുടെ ക്ലബ് FM-ൻ്റെ ഒരു ഓഡിഷനായിരുന്നു. അങ്ങനെ FM-ൽ ജോയിൻ ചെയ്തു. കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ തസ്തികയല്ല, അല്ലെങ്കിൽ ഇത് വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സാധനമല്ല എന്ന് മനസ്സിലായിട്ട് അവിടെ നിന്ന് മാറി. ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇഷ്ടപ്പെട്ട് കിട്ടിയൊരു ജോലിയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഓഡിഷനിലൂടെ സൂര്യ മ്യൂസിക്കിലേക്ക് എൻട്രി കിട്ടുന്നു. സൂര്യ മ്യൂസിക്കിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തു. ഒരുപാട് ആളുകളുടെ ഒരു ഇഷ്ടം പിടിച്ച് പറ്റാനായിട്ട് നല്ല ഒരു സമയമായിരുന്നു ലൈഫിൽ. അതിനുശേഷം മഴവിൽ മനോരമയിൽ റിയാലിറ്റി ഷോ ചെയ്തു. വലിയൊരു ഷോ ആയിരുന്നു, ഉഗ്ര ഉജ്ജ്വലം സീസൺ 2 എന്ന് പറയുന്നത്. ഞാനൊഴിച്ച് ബാക്കിയെല്ലാം ആ ഷോയിൽ പൊളിയായിരുന്നു. അങ്ങനെ ആ ഷോ കഴിഞ്ഞ് സിനിമയിലേക്ക് കിട്ടി. അനുരാഗരിക്കുന്നതെന്നുള്ള പടത്തിന് ചെറിയൊരു വേഷത്തിലൂടെ കിട്ടി. ദൈവം സഹായിച്ച് ഒരു 1, 2, 3 പടങ്ങളൊക്കെ 4-5 പടങ്ങളോളം പ്രധാന വേഷത്തിൽ ചെയ്യാൻ പറ്റി. പക്ഷെ അതിനകത്ത് നമ്മൾ സെറ്റായിരുന്നില്ല, തരക്കേടില്ല. ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടി, നന്നായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് നമുക്ക് ആ ഒരു മൊമെൻ്റ് ഉണ്ട്, എന്താ പറയുക, ഒരു ഹാപ്പി മൊമെൻ്റ്, എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്തു സക്സസ്ഫുൾ ആയി എന്നുള്ള മൊമെൻ്റ്, അതെൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം അതിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇറങ്ങി മിക്ക ഫ്രണ്ട്സ് പോലും കംപ്ലീറ്റ് പടം കണ്ടല്ലേ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പടം കണ്ടോന്ന് ചോദിക്കുമ്പോൾ ഈ രീതിയിലാണ് സംസാരം. ഞങ്ങൾ അയർലൻഡിലുള്ളവർക്കൊന്നും അത് കാണാക്കത്തില്ലല്ലോ. അയർലൻഡ് കാണോട്ടേക്ക് ഒന്ന് അയച്ചുതരാമോ? എടാ അതിന്റെ പ്രിന്റ് ടെലഗ്രാമിലുണ്ടോ നോക്കട്ടെ, അയച്ചുതരാം. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഇതുപോലുള്ള കുറേ കൂട്ടുകാർ, ഇതുപോലുള്ള ഫ്രണ്ട്സാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ബാക്ക് ടു ദ പോയിന്റ്, ഈ ഫാഷൻ പ്രൊഫഷനാക്കി മാറ്റിയ ആളുകളും പാഷൻ തന്നെ പ്രൊഫഷനായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭാഗ്യമുള്ളവരാണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഭാഗ്യം മാത്രമല്ല, അത് ഭയങ്കരമായിട്ട് പണിപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് പിന്നിലൊരു വലിയ ഉദ്ദേശമുണ്ട്. കാരണം ഞാനൊരു വലിയ ഒരു അനൗൺസ്മെൻറ്റ് ഇത് നടത്താൻ പോവാം. എൻ്റെ ജീവിതത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിസ്ക് എടുക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ്. വലിയൊരു കാര്യത്തിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകണം. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു സിനിമ പിടിക്കാൻ പോവാം. അപ്പോൾ നമ്മളൊരു സിനിമ തുടങ്ങാൻ പോവാം. എനിക്കറിയാം അത് അത്ര നിസ്സാര കാര്യമല്ല, അത് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടുകൂടെ തന്നെയാണ് ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു പ്രചോദനം. ഈ ഇത്ര നാളത്തെ യാത്രയിൽ വെച്ചിട്ട് നമുക്കുണ്ടായ ചില പരിചയങ്ങളാണ്, ചില സുഹൃത്തുക്കളാണ് ഇങ്ങനെ ഇത്ര നാളായിട്ട് മനസ്സിൽ കിടന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു പടം അങ്ങ് തുടങ്ങുവാണ്. ഈ ഒരു കാര്യത്തിലൂടെ തന്നെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളാണ് സഫലമാകുന്നത്. എനിക്കറിയാം ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടാവും ആദ്യത്തെ ഒരു പടം നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പടത്തിൽ എങ്ങനെ നല്ലൊരു പുതുമുഖ ഡയറക്ടറായിരിക്കും. ഇതാണ് എനിക്കിപ്പോൾ ആദ്യത്തെ വീഡിയോയിലുള്ള ഫസ്റ്റ് ഗ്യാരണ്ടി. കണ്ടുവച്ചിട്ടുണ്ട്, കാണാതൊന്നുമല്ല പറയുന്നത്. സോ എൻ്റെ കൂടെ പണ്ട് നിന്ന പോലെ തന്നെ സൂര്യ മ്യൂസിക്കിൽ വെച്ച് കുറേ ആളുകൾക്ക് എന്നെ അറിയാം. ഒരുപാട് പേർക്ക് എൻ്റെ അടുത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്കത് കിട്ടിയിട്ടില്ല. ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു അഫെക്ഷൻ കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറിൻ്റെ ഒരു തുടക്കമല്ലേ അത്. കാരണം ആ വ്യക്തിയുടെ ലൈഫിലെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും, പുതുമുഖ ഡയറക്ടറായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരുക. ഡെഫിനറ്റ്ലി ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പുതുമുഖ ഡയറക്ടറിനെ തന്നെ ഇത് കൊടുക്കുള്ളൂ. ആർക്കും തിയേറ്ററിൽ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റൽ പടം. ഇതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പ്രൊഡക്ഷൻ നമ്പർ 1 ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ട് വേണം. ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളെ ഇനി മുതൽ ഒരു സിനിമയുടെ പൂർത്തീകരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ സ്റ്റേ കണക്റ്റഡ്, ലൈക്കൊക്കെ ചെയ്ത് ഫോളോ ഒക്കെ ചെയ്ത് കൂടെ കൂടിക്കോ. താങ്ക് യു സോ മച്ച്.